പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറണമെന്ന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേറ്റ് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ ആവശ്യപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറണമെന്ന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേറ്റ് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ ആവശ്യപ്പെട്ടു. 2013 പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുമ്പോൾ പ്രതിഷേധിച്ചവരാണ് കഴിഞ്ഞ 6 വർഷമായി കേരളം ഭരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ ഒളി അജണ്ടകൾ തിരിച്ചറിയുക, കരാർ, പാർട്ടി, ബന്ധു നിയമനങ്ങളിലൂടെ സിവിൽ സർവീസിനെ തകർക്കുന്ന നീക്കം അവസാനിപ്പിക്കുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാത്ത മെഡിസെ പിൻവലിക്കുക, ക്ഷാമബത്ത ലീവ് സറണ്ടർ എന്നിവ പുനഃസ്ഥാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അസോസിയേറ്റ് സംസ്ഥാന ജാഥ നടത്തിവരികയാണ്. ജാഥയ്ക്ക് ഇന്ന് വൈകിട്ട് കാൾടെക്സിൽ സ്വീകരണം നൽകും. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് അവസാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ഖമറുദ്ദീൻ, എസ് മുഹമ്മദ് ബഷീർ KK, രഹ്ന CP എന്നിവർ പങ്കെടുത്തു. ഏറ്റവും കാര്യക്ഷമമായ, ഏറ്റവും സുതാര്യമായ രീതിയിൽ അത് മാറണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടിയിട്ട് നിരന്തരമായി പുതിയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന, പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു സർവീസ് സംഘടനയാണ് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ്. 2013 ഇതിൻ്റെ രൂപീകരണ സമയത്ത് നേരത്തെ ഇതുപോലെയുള്ളൊരു വലിയ യാത്ര അന്ന് അസറ്റ് നടത്തിയിരുന്നു. സർവീസ് പരിഷ്കരണം ഒരു ജനാധിപത്യ പ്രക്ഷോഭമാണ് എന്ന തലക്കെട്ടിലായിരുന്നു അന്ന് ആ യാത്ര നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സിവിൽ സർവീസ് മേഖലയിലൊക്കെ വരേണ്ട നിരവധി പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ, ഒരുപക്ഷെ പെട്ടെന്ന് അത് ജീവനക്കാർക്കോ അധ്യാപകർക്കോ പ്രതികൂലമാണ് എന്ന് തോന്നിപ്പോകാവുന്ന അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അസറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സിവിൽ സർവീസ് മേഖലയും പൊതുവിദ്യാഭ്യാസത്തെ ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പല നിലപാടുകൾക്ക് എതിരായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത്. 2002 ഒരു കറുത്ത ഉത്തരവ് വന്നിരുന്നു. അന്ന് അതിനെതിരായിട്ട് അക്കാലത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഏകദേശം 32 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായൊരു സമരമൊക്കെ അന്ന് നടന്നിരുന്നു. ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പക്ഷേ അന്നത്തെ ഉത്തരവിലുള്ള മിക്കവാറും എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ ഒന്നൊന്നായിട്ട് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 2013 അവസാനിപ്പിച്ചു. പിന്നെ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിലേക്ക് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ജീവനക്കാർക്ക് DA ഇല്ല, അതേപോലെ ലീവ് സറണ്ടർ പോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒരുവിധം നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മെഡിസപ്പിൻ്റെ പേരിൽ വലിയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠ്യപദ്ധതിയുടെ പേരിൽ ചില പ്രതിലോമകരമായ ചില നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ, അത് ജീവനക്കാരുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ എത്തിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഒരു പൊതു സ്വീകരണ പരിപാടി, കാൽടെക്സിൽ നടക്കുന്ന ഒരു പൊതു സ്വീകരണ പരിപാടി, ഇതിൽ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് വളരെ വിനയത്തോടു കൂടി എൻ്റെ ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി MM സെയിൽസ് കോർപ്പറേഷൻ.